ചെയ്യണവർ പെട്ടെന്ന് തന്നെ കയറാൻ തുടങ്ങി. 3-4 വർഷത്തിനകത്ത് അടുത്ത സ്റ്റോർ തുടങ്ങിയത് പെരുമ്പാവൂർ. അങ്ങനെ ഈ ഒരു ലെവലിൽ അങ്ങനെ പോയി. ഇലക്ട്രോണിക് സ്റ്റോറുകളാണ് ഒരു 11ഓളം സ്റ്റോറുകൾ അങ്ങനെ എസ്റ്റാബ്ലിഷായി. 2015 ആയപ്പോഴാണ് ഞാൻ അപ്പോൾ 2012 എത്തിക്കഴിഞ്ഞപ്പം മാൾ സംസ്കാരം അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ വരാൻ തുടങ്ങി. ലുലുവിൻ്റെ വരവ്, നമുക്ക് പേര് തന്നെ എടുത്ത് പറയാം. ലുലുവിൻ്റെ വരവ് കൊച്ചിയിൽ വലിയൊരു ഇമ്പാക്റ്റായി. കാരണം കൊച്ചി ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് എടപ്പള്ളിയിലോട്ട് പറിച്ചു നട്ട്. അതെ, MG റോഡിലുണ്ടായിരുന്ന MG റോഡ് ആ സൈഡിലോട്ട് ഉണ്ടായിരുന്നതിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് ആൾക്കാരുടെ ഹാങ് ഔട്ട് ഏരിയ ആയി മാറി. അപ്പം അപ്പോഴും നമുക്ക് വി വർ ലീഡിങ്. അപ്പോഴും ബിസ്മി തന്നെ ഇരുന്ന് ഇലക്ട്രോണിക്സിൽ ലീഡ് ചെയ്യുന്ന എല്ലായിടത്തും ഉണ്ടെങ്കിലും ബിസ്മി. പക്ഷെ നമ്മൾ കാണുന്നത് കച്ചവടം ഉണ്ടെങ്കിലും പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ഫുട്ഫോള് കുറയാൻ തുടങ്ങുന്നു. കാർത്തിക് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് എപ്പോഴും ആ കസ്റ്റമർ കയറി ഇറങ്ങുമ്പോൾ എന്ത് മേടിക്കുന്നു എന്നതിനെക്കാട്ടി ഒരു കയറി ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുമ്പോഴാണല്ലോ അതനുസരിച്ച് വരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ലോലി ഓവർ എ പീരീഡ് ഫിഡ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റോർ ഒരു 5-10 വർഷം കൂടുമ്പോൾ അത് റിനുവേറ്റ് ചെയ്യണം. പിന്നെ അതിനൊരു മൈലേജ്, ഒരു ഫേസ് ലിഫ്റ്റ് വരുമ്പോഴാണ് കസ്റ്റമർ പിന്നെ അല്ലേ അവർക്കല്ല ഇതെന്നും പോകുമ്പോൾ കാണുന്നത് തന്നെയാണല്ലോ എന്നുള്ള അതിനെ മാറ്റുന്നതാണ്. റീറ്റെയിലിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഫേസ് ലിഫ്റ്റ്, ആ ഒരു ചേഞ്ചസ്, ആ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2013 അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഷോപ്പിംഗ് മാളുകളിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ മാർക്കറ്റാണ്, ഫുഡ് റീറ്റെയിൽ. നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന